ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യമുണ്ട്. അത് EP ജയരാജന്റേതാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. EP കണ്ണൂരിൽ തന്നെ തുടരുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, എന്താണ് കാരണം എന്ന സൂചന വല്ലതുമുണ്ടോ? ശ്രീജ, ഏതായാലും EP എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം ഏതായാലും വരേണ്ടതുണ്ട്. കണ്ണൂരിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ആരൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. പ്രത്യേകിച്ചും KK ശൈലജ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നോക്കിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൗതുകരമായ അസാന്നിധ്യം അത് ശ്രദ്ധേയമായി നിഴലിച്ച് നിന്നത്. പ്രത്യേകിച്ചും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറിയുള്ള MP ഗോവിന്ദനുമായുള്ള ചില വിയോജിപ്പുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം അതിന് പിന്നിൽ EP ആണെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ആ തരത്തിൽ അന്ന് ഉയർന്നു വന്നിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് കാണേണ്ടത്. എന്തായാലും EP ജയരാജൻ വന്നിട്ടില്ല. വരാതിരിക്കുന്നതിൻ്റെ കാരണം സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹത്തിന് വിശദീകരണം എടുത്താൽ മാത്രമേ എന്താണ് കാരണമെന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും സാധാരണഗതിയിൽ അദ്ദേഹം വരേണ്ടതാണ്. അത്രയധികം സുപ്രധാനമായിട്ടുള്ളൊരു സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ നടക്കുന്നത്. മറ്റെല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് EP ജയരാജൻ ഇങ്ങനെ വിട്ടുനിൽക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം അത് തുടരുകയാണ്.